സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണ് നിൽക്കുന്നത്, തമ്പാനൂരാണ് നിൽക്കുന്നത്. നമുക്ക് പുറകിൽ കാണുന്നത് ഒരു ടീ ഷോപ്പാണ്, ഒരു കഫയാണ്. പ്രധാനമായും ചായ, അതുപോലെ തന്നെ ദോശ അടക്കമുള്ള വിഭവങ്ങൾ മാത്രം, വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ കടയാണ്. നിരവധി ആളുകളാണ് ദിവസവും ഇവിടേക്കൊക്കെ തന്നെ ചായ കുടിക്കാൻ വരുന്നത്. സാധാരണ തിരുവനന്തപുരത്ത് രാവിലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി കടകൾ സജീവമാകാറുണ്ട്. പക്ഷേ ഈ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി തന്നെ ഇത്തരം കടകളൊക്കെ തന്നെയും പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം അടച്ച കടകളുടെ കൂട്ടത്തിലുള്ളതാണ് ഇത്തരം ചെറുകിട സ്ഥാപനങ്ങളൊക്കെ തന്നെയും. എന്താണ്, ചായ കുടിക്കാൻ ഒരു നിവൃത്തിയില്ല? കിഴക്കേക്കോട്ടൊന്ന് വന്നതാണ്, 1 മണിക്കൂർ നടന്നിട്ട് ഇവിടെ എത്തിയത്. തിരുവനന്തപുരം സിറ്റിയിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അതന്നെ നമുക്ക് പ്രതികരിക്കാനില്ലതും. പലയിടങ്ങളിലും കടയൊക്കെ അടഞ്ഞു കിടക്കുന്നു. എവിടെയില്ല ചായക്കട, എവിടെയില്ല. എല്ലായിടത്തും ഗ്യാസിന്റെ പ്രോബ്ലം കൊണ്ട് ആരും കട തുറക്കുന്നില്ല. ആദ്യം അടഞ്ഞത് ഇത്തരം ചെറിയ ചായക്കടകളാണ്. ചെറിയ ചായക്കട. വലിയ ഹോട്ടലുകളൊക്കെ ഇപ്പോഴും ഉണ്ട്? ഇല്ല, ഏകദേശം എല്ലാം അടച്ചിട്ടുണ്ട്. വലിയ ഹോട്ടൽ ഒരു മാക്സിമം എവിടെയെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട് തുറക്കുന്നതേ ഇല്ല. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഹോട്ടലെല്ലാം ഫുള്ള് അടഞ്ഞു കിടക്കുകയാണ്. എവിടെ നിന്നാണ് നടന്നു വന്നത് ചായ കുടിക്കാൻ? കിഴക്കേക്കോട്ടയിൽ നിന്ന്. കിഴക്കേക്കോട്ടയിൽ നിന്ന് നടന്നു വന്നതാണ് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ചേട്ടാ, ചായ കുടിക്കാൻ സ്ഥിരം വരുന്ന ആളാണോ? അതെ അതെ, വല്ലപ്പോഴേക്കും വരും. പല കടകളും അടച്ചെന്ന് തോന്നുന്നല്ലേ ഇവിടെ? ഇല്ല, കുറേയൊക്കെ തുറന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗ്യാസിൻ്റെ കാര്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം കുറേയൊക്കെ മാറുന്നുണ്ട്, വന്നതിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കോവളത്താണ്. ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഞാൻ ഒരാളിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ സമയമില്ല, അവർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ചില ഇടങ്ങളിലൊക്കെ കടകൾ വീണ്ടും തുറന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം. എങ്ങനെയാ, ചായക്കടയൊക്കെ തപ്പി ഇറങ്ങിയതാണോ രാവിലെ? ചായ കിട്ടിയോ? എന്നിട്ട് ചായ കിട്ടി. ബുദ്ധിമുട്ടുണ്ടായോ ഈ ഭക്ഷണം ഒക്കെ കഴിക്കാനായിട്ട്? കടയിൽ തുറന്നിട്ടില്ല, എവിടെങ്കിലുമൊക്കെ തുറക്കും. ചേട്ടൻ കൊല്ലത്ത് നിന്ന് വന്ന ആളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പല കാസർഗോഡ് നിന്ന് വന്ന ആളാണ്. കാസർഗോഡ് നിന്ന് വന്ന ആളാണ്, ഒരാൾ കൊല്ലത്തു നിന്ന് വന്നതാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല ആളുകളും ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഹോട്ടലുകളിലും മറ്റുമൊക്കെ ആയിരിക്കും താമസിക്കുക. അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പുറത്തുള്ള കടകളെയൊക്കെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരിക. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹോട്ടലുകൾ, ഈ റൂമുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന സംവിധാനമൊക്കെ തന്നെയും ആദ്യഘട്ടത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം, ഒരു ചേട്ടൻ ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിലിവിടെ ഗ്യാസ് ഉണ്ടത് കാണാം. ഈ കടയിലെ മുതലാളി ഇവിടെ ഇല്ല, അതുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഗ്യാസിൻ്റെ വലിയ പ്രതിസന്ധി അവർക്കുമുണ്ട്. എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇത്തരം ചെറിയ കടകളിലൊന്നും അടുപ്പ് കൂട്ടി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത പോലും ഇവിടെ ഇല്ല എന്ന് ഉള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇനി ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ പല കടകളും ഇതിനോടകം തന്നെ അടുപ്പിലേക്കൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ കടകളൊക്കെ തന്നെയും നഗരത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് പലയിടങ്ങളിൽ നിന്നായി ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ കരിഞ്ചന്തയിൽ നിന്നടക്കം ഗ്യാസ് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. റിപ്പോർട്ടർ തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഭാഗത്തു നിന്ന് അത്തരം വാർത്തകളൊക്കെ തന്നെ പുറത്തുവിടുകയും ചെയ്തതാണ്. എന്തായാലും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചായയോ ഭക്ഷണമോ ഒക്കെ കഴിക്കണമെങ്കിൽ നിലവിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ നേരിടുന്നത്.